بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തുകളിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. പകുതിയിലധികം പിന്നിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനി ഉള്ള ദിനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. കാരണം പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ രാവ് ലൈലത്തുൽ ഖദർ, നിർണയത്തിൻ്റെ രാത്രി പ്രതീക്ഷിക്കാൻ പറഞ്ഞത് അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിലാണ്. അപ്പോൾ ലൈലത്തുൽ ഖദർ തീരുമാനത്തിൻ്റെ രാത്രിയാണ്. നമ്മുടെ ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന ദിവസമാണ്. നമുക്ക് രക്ഷയും സമാധാനവുമാണ് കിട്ടേണ്ടത്. അപ്പോൾ ഖുർആൻ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദ്ർ വളരെ നിർണായകമാണ് എന്ന് പറയാനൊരു കാരണമുണ്ട്. ഒരു ആത്മപരിശോധന നമുക്ക് ആവശ്യമാണ്. കഴിഞ്ഞ റമദാനിന് ശേഷം ഈ റമദാന് വരെ നമ്മളെ എത്ര ആയത്തുകൾ പഠിച്ചു, പുതിയ എത്ര പ്രാർത്ഥനകൾ പഠിച്ചു, കഴിഞ്ഞ റമദാനിന് ശേഷം നമ്മൾ ചൊല്ലിത്തുടങ്ങിയ ദിക്റുകൾ ഏതൊക്കെ, അങ്ങനെ ഒരു പരിശോധന നമുക്ക് ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഈ ഒരു അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റിലെ അള്ളാഹിൻ്റെ തീരുമാനപ്രകാരമായിരിക്കും നമ്മുടെ ഒരു വർഷത്തെ കാര്യങ്ങളൊക്കെ, വരുന്ന റമദാന് വരെയുള്ള കാര്യങ്ങൾ. അപ്പം ഖുർആനുമായിട്ടൊരു ബന്ധമില്ലാത്ത ആളുകൾക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം അല്ലാഹു തആല ഓരോ കാര്യങ്ങളും അതിന് അർഹതയും യോഗ്യതയുമുള്ള ആളുകൾക്ക് മാത്രമാണ് നൽകുക. അർഹതയും യോഗ്യതയും ഇല്ലാത്ത ആളുകൾക്ക് അല്ലാഹു തആല നൽകില്ല. ഇന്നാ അൻസൽനാഹു, ആ ഹു എന്നത് ഖുർആനാണ്. ഇന്നാ അൻസൽനാഹു, ആ ഹു എന്നത് എന്താണ്? ഖുർആനാണ്. അപ്പോൾ അതിനോട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾക്ക് പിന്നെ ലൈലത്തുൽ ഖദ്റിനോട് എന്ത് ബന്ധമാണ്? ഒരു ബന്ധമില്ല. ആരാണ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ടത്? ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ടത് ഖുർആനുമായി ബന്ധമുള്ള ആളുകളാണ്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഇത് ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ, ഒരു ആഹ്ലാദത്തിൻ്റെ, ഒരു തിരിച്ചറിവിൻ്റെ ഒക്കെ ഒരു സമയമാണ്, വിഷയമാണ്. അപ്പോൾ 1000 മാസം എന്നല്ലല്ലോ പറഞ്ഞത്, 1000 മാസത്തേക്കാൾ എത്രയും റബ്ബിൻ്റെ ഖജനാവിൽ എത്രയുമുണ്ട്. ആ ഒരു രാത്രി എങ്ങനെയാണ് ഹൈറാകുന്നത് ആലോചിച്ചിട്ടുണ്ടോ? ഹൈറെന്ന് പറഞ്ഞു, ഹൈറും മിൻ അൽഫി ശഹർ. എങ്ങനെയാണ് ഹൈറാകുന്നത്? എന്താണ് ആ ഹൈറ്? ഒരു സംഗതി പറയുമ്പോൾ അതിനേക്കാൾ ഉത്തമം എന്ന് പറയുമ്പോൾ അതെന്താണെന്നുള്ളത് അറിയണ്ടേ? അപ്പോഴല്ല ഉത്തമം എന്താണെന്ന് മനസ്സിലാവും. 1000 മാസത്തേക്കാൾ ഹൈറാണ് ആ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഹൈറ് നമ്മൾ അറിയണ്ടേ? 24 മണിക്കൂർ തന്നെയല്ലേ ഉള്ളൂ ഒരു ദിവസം, അല്ലേ? ആ ഒരു ദിവസം എന്ന് പറഞ്ഞത് 24 മണിക്കൂറിലധികം ഉണ്ടോ? ഇല്ല. രാത്രിയിൽ 8 മണിക്കൂറാണെങ്കിൽ അല്ലെങ്കിൽ 10 മണിക്കൂറാണെങ്കിൽ അതിൻ്റെ അപ്പുറപ്പുറക്കുള്ള അതേ രാത്രിയുടെ ദൈർഘ്യം തന്നെയല്ലേ ആ രാത്രിക്കുള്ളത്? അല്ല, പിന്നെ എന്താണ് ഈ ഹൈർ? ഇവിടെ മാസങ്ങളെയാണ് പറഞ്ഞത്, അല്ലെ? ഒരു സംഗതി പറഞ്ഞിട്ട് അതിനേക്കാൾ ഹൈർ എന്ന് പറയുമ്പോൾ അപ്പം ഈ ദുനിയാവിനേക്കാൾ ഹൈറാണ് എന്നല്ലല്ലോ പറഞ്ഞത്. ആണോ? അല്ല. സ്വർണത്തേക്കാൾ ഹൈറാണ് എന്നാണോ പറഞ്ഞത്? അല്ല. അങ്ങനെ ഓരോന്നെടുത്തോളി. അതൊന്നും അല്ലല്ലോ പറഞ്ഞത്. 1000 മാസത്തേക്കാൾ ഹൈറാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ 1000 മാസം എന്ന് പറയണത് ഒരു സമയമാണ്, അല്ലേ? മാസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സമയമാണ്. അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമ്മുടെ ആയുസ്സുമായിട്ടാണ്, അല്ലേ? ആയുസ്സുമായിട്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? 1000 മാസം ഒരാൾ കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെ 1000 മാസം ഒരാൾ കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഹൈറാണ് ഈ ഒരു രാത്രി എന്നാണ്, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ആ ഒരു രാത്രി എങ്കിൽ ആ രാത്രിയുടെ പ്രത്യേകത ഏതുപോലെ? റമളാനിന്റെ പ്രത്യേകത ഖുർആൻ ഇറങ്ങി എന്നതാണ് എന്ന് പറയുന്നത് പോലെ ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത എന്താ? ഖുർആനിന്റെ അവതരണമാണ്, അല്ലേ? അപ്പൊ ആ ഖുർആൻ പഠനത്തിന്റെ പ്രത്യേകതയാണ് ആ സൂചിപ്പിക്കുന്നത്. ഖുർആനിന്റെ പ്രത്യേകതയാണ്. ഒരു മനുഷ്യൻ 1000 കൊല്ലം ഖുർആൻ പഠിക്കാതെ ജീവിച്ചിട്ടും കാര്യമില്ല. ഒരു രാത്രി ഖുർആനുമായി ഒരു മനുഷ്യൻ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ 1000 മാസം ഒരു മനുഷ്യൻ ജീവിക്കുന്നതിനേക്കാൾ ഹൈറാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ട? അപ്പൊ എന്തേറ്റ ബന്ധം? അവിടെയാണ് നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മള് ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു കൊല്ലം വരെ നമ്മളെ കാര്യത്തിൽ റബ്ബിന്റെ തീരുമാനം എന്തായിരിക്കും എന്നത്, ആ തീരുമാനം ഖൈറാകാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഖുർആനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ അവസാനത്തെ പത്തിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ വേണ്ടത് എന്താണ്? ഖുർആനുമായി കൂടുതൽ ബന്ധം ദൃഢമാകണം. അതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോയിക്കൂടാ. കൂടുതൽ ഖുർആനുമായി അടുക്കണം, ബന്ധപ്പെടണം. അതിന് വേണ്ട സമയം, സൗകര്യം, അതിന് വേണ്ട തൗഫീഖ്, അതിന് വേണ്ട ആരോഗ്യം, ആഫിയത്ത്, അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ ലൈലത്തുൽ ഖദ്റിൽ എന്താ പ്രാർത്ഥിക്കേണ്ടി? ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഉദാഹരണം പറഞ്ഞുതരാം.
അപ്പം നമ്മൾ ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു സംഗതിയിൽ നമുക്ക് വരുമാനം കിട്ടേണ്ടിയായിരിക്കും, നേട്ടം കിട്ടേണ്ടിയായിരിക്കും. അപ്പം നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യലിവിടെ കിട്ടുന്നിടത്തല്ല ഇൻവെസ്റ്റ് ചെയ്യുക അല്ലേ? അങ്ങനെ തന്നെയല്ലേ? കിട്ടുന്നിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ വിഷയം ഖുർആൻ. അപ്പൊ ലൈലത്തുൽ ഖദറിൽ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട കാര്യം എന്താ? ഖുർആൻ തന്നെ. ഖുർആനുമായിട്ട് ബന്ധപ്പെടാനും ഖുർആനിന്റെ ചിന്തയും ഖുർആനിന്റെ പഠനവുമാണ് കൂടുതൽ ചോദിക്കേണ്ടത്. കാരണം നമുക്കതാണ് മെച്ചം. നമ്മൾ ഒരു കിട്ടുന്നതിൽ തന്നെ വീണ്ടും നിക്ഷേപിക്കുന്നത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ലൈലത്തുൽ ഖദറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പടച്ചോനെ, ഇതിൻ്റെ ഈ ലൈലത്തുൽ ഖദർ എന്താണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത നമ്മൾ ഖുർആൻ ഇറങ്ങിയ സമുദായം മനസ്സിലാക്കിയത് എങ്ങനെയാണ്? 26 ലൈലത്തുൽ ഖദറാണ്. 26 അന്ന് നടന്ന് പൈസ പിരിക്കുക അല്ലേ? അതാണ് എന്താക്കിയത്? നമ്മളെ സമൂഹം മനസ്സിലാക്കിയത് അതാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ പൈസ പിരിക്കാൻ പോകുന്ന ഒരു ദിവസമായിട്ടാണ് കണക്കാക്കിയത്. അപ്പം അതിനെ ഉൾക്കൊണ്ട ഒരാൾ എന്നുള്ള നിലക്ക്, അതിനെ മനസ്സിലാക്കിയ ഒരാൾ നിലക്ക് വീണ്ടും വീണ്ടും നമ്മൾ ആ രാത്രിയിൽ കൂടുതൽ, അതായത് അവസാനത്തെ പത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കൂടുതൽ റബ്ബിലേക്ക് അടുക്കുകയും റബ്ബിനോട് ചോദിക്കുകയും ചെയ്യേണ്ടത് ഖുർആനുമായി കൂടുതൽ എനിക്ക് ബന്ധപ്പെടാനുള്ള അവിടെയാണ് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നതിൻ്റെ ആശയം കടന്നു വരുന്നത്. അത് ഇനി അള്ളാഹു അഫ്വാണെന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഒന്നെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും എവിടെയാണെന്നുള്ളത് മനസ്സിലാവും. ശരി, അപ്പോൾ നമ്മൾ ആയത്തിലേക്ക് കിടക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം എന്താ പറഞ്ഞേ? പുതിയ ആയത്തിലേക്ക് നമ്മൾ കടന്നിരുന്നോ? ഇല്ല. അപ്പൊ ഇനി നമ്മൾ സുബ്ഹാനക നമ്മൾ അവസാനം പറഞ്ഞു അല്ലേ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എന്താണ് അതിന്റെ ആശയം? അതിന്റെ ആശയ തലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഒരു വിഷയത്തെ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഓതാൻ പോകുന്നത്, നമ്മൾ പഠിക്കുന്നത് 2 ആയത്ത് കൂട്ടിയാ പഠിക്കണം. 2 ചെറിയ ആയത്താണ്. 2 ചെറിയ ആയത്തായതുകൊണ്ട് 2 ചെറിയ ആയത്ത് കൂട്ടിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പം നമ്മൾ ആയത്ത് വായിക്കുന്നതിന് മുമ്പ് അറിയേണ്ടത്, ഇപ്പൊ ഇത്രയും ആയത്തുകളിൽ പരാമർശിച്ച വിഷയം എന്താണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലുണ്ട്. ഈ 16 ആയത്തിൽ പറഞ്ഞ കാര്യം എന്താണ് എന്ന്. ഇത് ശരിക്ക് ഖുർആൻ ഒരു മൗഇലത്താണ്. ഖുർആൻ എന്താണ്? ഖുർആനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് ഖദ് ജാഅത്തുക്കും, നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു, മൗഇലത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു സതുപദേശം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നാണ്. അപ്പൊ ജീവിതത്തിൽ ഉപദേശങ്ങൾക്കുള്ള സ്ഥാനം ഭയങ്കരമാണ്. ഉപദേശിക്കാൻ ആളില്ലാത്ത ഒരു സമൂഹമാണ് ദുഷിച്ചു പോവുക. അത് കുടുംബമാണെങ്കിലും നാടാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ഇതിലേറ്റവും പ്രധാനം അവനവന്റെ കുടുംബമാണ്. കുടുംബത്തിൽ നിരന്തരമായി മൗഇലത്തുകൾ നടക്കണം, ഉപദേശങ്ങൾ നടക്കണം. ഉപദേശങ്ങൾ ഇഷ്ടമില്ലാത്തൊരു സമൂഹമാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് പഠിക്കാൻ പോകുന്ന ആയത്ത് വളരെ പ്രസക്തമാണ്. പഠിക്കാൻ പോകുന്ന ആയത്ത് വളരെ പ്രസക്തമാണ്. ഉപദേശങ്ങൾ ഇഷ്ടമില്ലാത്ത ഇഷ്ടപ്പെടാത്തൊരു തലമുറ വളർന്നു വരുന്നു. ആ തലമുറ വേറെ കൂടിയല്ല, നമ്മളെ പെരിയിൽ തന്നെയാണ്, നമ്മളെ വീട്ടിൽ തന്നെയാണ്. ഉപദേശിക്കുന്നത് ചിലപ്പം ദൈവത്തിൽ കേട്ടിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഏറ്റവും വലിയ അസഹിഷ്ണുത കാണിക്കുന്നതും വെറുപ്പ് കാണിക്കുന്നതും അത് അവനവന്റെ സ്വന്തം മാതാപിതാക്കളോട് വരെ മക്കൾക്ക് വെറുപ്പ്. ഇടക്കിടക്ക് വാപ്പ അതിന് ഉപദേശിക്കണമെങ്കിൽ ഇപ്പത്തെ പുതിയ വേടം എന്താ നിങ്ങള്? ചൊറിയാന്നാണ്. എന്താണ്? ചൊറിയാന്നാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ പുതിയ ന്യൂജൻ വേടതാണ്. അത് വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാന്നാ പറയുക. വാപ്പാനെ പറ്റിയുള്ള മക്കളെ അഭിപ്രായം വാപ്പ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ തന്നെ പറയാം. അല്ലെങ്കിൽ അമ്മ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഉപദേശത്തെ ആ രൂപത്തിലേക്ക് മാറിപ്പോയ ഒരു തലമുറക്ക് മുന്നിലാണ് നമ്മളുള്ളത്. അപ്പം അതുകൊണ്ട് ഈ ആയത്ത് വളരെ പ്രസക്തമാണ്.
ഇൻഷാ അല്ലാഹ് ആയത്തിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യം ആയത്ത് നമ്മൾ പാരായണം ചെയ്യുക. ശ്രദ്ധിക്കേണ്ട സ്ഥലം പറയാം. യഅലുകുമുല്ലാഹു, യഅലുകുമുല്ലാഹ് അങ്ങനെ തുടങ്ങണേണ്ട അങ്ങനെയാണ്, അള്ളാഹ് ഉപദേശിക്കുക എന്നാണ്. അവിടെ തഊദു സാക്കിന നൂനാണ്. സാക്കിന നൂനിനെ ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ ചെയ്തിട്ട് ഉന്നത്ത് കൊടുക്കണം. യഅലുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി അബദാ. അബദൻ എന്ന തൻവീന് വ്യക്തമാക്കണം. കാരണം ശേഷം എന്താണ്? അത് ഇൽഹാറാണ് നിയമം. ഇൻ കുൻതും മുഅ്മിനീൻ. അവിടെ ഇൻ എന്നുള്ള സാക്കിന നൂന് ഇഖ്ഫാ ബി ഉന്നയാണ്. കുൻതും എന്നുള്ളടത്ത് സാക്കിന നൂനും ഇഖ്ഫാ ബി ഉന്നയാണ്. പിന്നെ 2 മീമാണ്. ആ 2 മീമിനെ എന്ത് ചെയ്യണം? ഒരുമിച്ച് ഇദ്ഗാം ചെയ്തിട്ട് ഉന്നത്ത് കൊടുത്തുകൊണ്ട് ഓതണം. അതാണ് ആ ആയത്തിൽ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വയുബയ്യിനുല്ലാഹു ലകുമുൽ ആയാതി, വയുബയ്യിനുല്ലാഹു ലകുമുൽ ആയാത്. അല്ലെങ്കിൽ വയുബയ്യിനുല്ലാഹു ലകുമുൽ ആയാതി വല്ലാഹു അലീമുൻ ഹകീം. അലീമുൻ എന്ന തൻവീന് ശേഷം ഹ ആണ്. അത് ഇൽഹാറിന്റെ അക്ഷരമാണ്. അലീമുൻ ഹകീം. തൻവീനെ വ്യക്തമാക്കിയിട്ട് ഓതണം. അപ്പോൾ ആയത്ത് ഓതിക്കോളൂ. യഅദുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി അബദൻ ഇൻ കുൻതും മുഅ്മിനീൻ വയുബയ്യിനുല്ലാഹു ലകുമുൽ ആയാത് വല്ലാഹു അലീമുൻ ഹകീം. യഅദുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി അബദൻ ഇൻ കുൻതും മുഅ്മിനീൻ വയുബയ്യിനുല്ലാഹു ലകുമുൽ ആയാത് വല്ലാഹു അലീമുൻ ഹകീം. യഅദുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി അബദൻ ഇൻ കുൻതും മുഅ്മിനീൻ വയുബയ്യിനുല്ലാഹു ലകുമുൽ ആയാത് വല്ലാഹു അലീമുൻ ഹകീം. യഅദുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി അബദൻ ഇൻ കുൻതും മുഅ്മിനീൻ വയുബയ്യിനുല്ലാഹു ലകുമുൽ ആയാത് വല്ലാഹു അലീമുൻ ഹകീം. പാരായണം നന്നാക്കുക എന്നുള്ളതാണ് നമ്മളെ ആവർത്തിച്ചോടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റമദാന് അതോടൊപ്പം തന്നെ ഈ സുബഹിക്ക് ശേഷമുള്ള സമയം അതിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ സമയത്ത്. അപ്പം അതുകൊണ്ട് അതൊക്കെ ആഗ്രഹിച്ച ആ നിജത്തോടു കൂടി അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആവർത്തിച്ചോടും. യഅദുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി അബദൻ ഇൻ കുൻതും മുഅ്മിനീൻ വയുബയ്യിനുല്ലാഹു ലകുമുൽ ആയാത് വല്ലാഹു അലീമുൻ ഹകീം. യഅദുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി അബദൻ ഇൻ കുൻതും മുഅ്മിനീൻ വയുബയ്യിനുല്ലാഹു ലകുമുൽ ആയാത് വല്ലാഹു അലീമുൻ ഹകീം. ഇനി നമുക്ക് ഇതിൻ്റെ 4 ഖിറാഅത്തുകൾ കേൾക്കാം. ആ ഖിറാഅത്തുകൾ ഒരുമിച്ച് കേൾക്കാം.
يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. يعظكم الله أن تعودوا لمثله أبدا يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. يعظكم الله أن تعودوا لمثله أبدا يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. يعظكم الله أن تعودوا لمثله أبدا إن സൂറത്ത് ഹദീദിലെ അല്ലാഹു തആല വളരെ ശ്രദ്ധേയമായൊരു കാര്യം പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു മജ്ലിസിനെ കുറിച്ചാണ് ആ പറയുന്നത്. അഥവാ ഖുർആനാകുന്ന നൂറിനെ, ഖുർആനാകുന്ന പ്രകാശത്തെ തേടാൻ വേണ്ടി പറയുന്നൊരു സ്ഥലം, അത് ലഭിക്കാതെ, അത് നേടിയെടുക്കാതെ മരണപ്പെട്ടു പോയ ആളുകൾ, ആ മരണപ്പെട്ടു പോയ ആളുകളോട് പരലോകത്ത് അല്ലാഹു തആല പറയുന്നൊരു കാര്യമുണ്ട്. ഇർജിഉ വറാഅക്കും ഫൽതമിസു നൂറ. നിങ്ങളെ പിന്നിലേക്ക് മടങ്ങിപ്പോയിട്ട്, തിരിച്ചു പോയിട്ട് അവിടെ ചെന്ന് ആ പ്രകാശം നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. വല്ലാത്തൊരു അവസ്ഥയാണത്.
അപ്പം നമ്മൾ ഇവിടെ നിന്ന് കൊളുത്തി കൊണ്ടുപോകേണ്ട ഒരു പ്രകാശം കൊണ്ടുപോകാതെ നമ്മൾ മരണപ്പെട്ടു പോയാൽ നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു തആല ദുനിയാവിലേക്ക് തിരിച്ചു പോയിട്ട് അത് കൊളുത്തി കൊണ്ടുവരണം. അവിടെയാണത് കൊണ്ടുവരേണ്ട സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത, മടങ്ങി വരാൻ പറ്റാത്ത ഒരു ലോകത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അവിടെ വെച്ച് സങ്കടം പറയുന്നതും, അവിടെ വെച്ച് നിലവിളിക്കുന്നതും, അവിടെ വെച്ച് നഷ്ടത്തെക്കുറിച്ച് പറയുന്നതുമെല്ലാം സൂറത്ത് ഹദീദിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, അള്ളാഹു നമുക്ക് തന്ന മഹത്തായ ഒരു അനുഗ്രഹത്തെ നമ്മൾ ഒരിക്കലും ചെറുതായി കാണരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വഅള എന്നതിൻ്റെ മുളാരിയാണ് യഅ്ലു എന്ന് പറയുന്നത്. വഅള എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു എന്നാണ്. വഅള പറയാം. ആയത്തിലുള്ളത് എന്താണ്? യഅ്ലു എന്നാണ്. യഅ്ലു ഉപദേശിക്കുന്നു. വഅള എന്നതിൻ്റെ മുളാരിയാണ് യഅ്ലു, ഉപദേശിക്കുന്നു. യഅ്ലുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. എന്തിനാണ് ഉപദേശിക്കുന്നത്? അൻ തഊദു, നിങ്ങൾ മടങ്ങുന്നതിനാൽ. ആദ എന്ന് പറഞ്ഞാൽ മടങ്ങുക, തിരിച്ചു പോവുക. വീണ്ടും ഈദ് കാരണം എന്താ? ഈദ് നമ്മൾ ആഘോഷത്തിന് ഈദ് അറിയില്ല. അതെന്താ? കൊല്ലം കൊല്ലം അങ്ങനെ വരണോണ്ടാണ് അത് ഈദായത്. വീണ്ടും വരിക, തിരിച്ചു വരിക. അപ്പം അൻ തഊദു, നിങ്ങൾ മടങ്ങുമെന്നതിനാൽ, മടങ്ങുമെന്നതിനാൽ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണ് എന്ന് പറഞ്ഞാൽ മടങ്ങാതിരിക്കാൻ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണ്. ലിമിസ്ലിഹി, ഇതുപോലെയുള്ളതിലേക്ക്. ലിമിസ്ലിഹി, മിസ്ലി പറഞ്ഞാൽ പോലെ. ലിമിസ്ലിഹി, ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഏതുപോലെയുള്ള കാര്യങ്ങൾ? ഇവിടെ ഏതാ വിഷയം? ഹദീസിൽ ഫിഖാണ്, ആരോപണമാണ്, വ്യഭിചാരാരോപണമാണ്. ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഒരിക്കലും ഇനി മടങ്ങാതിരിക്കാൻ, അത് ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണ്. അബദ, ഒരിക്കലും. ഒരിക്കലും ഇനി ഇങ്ങനെയുള്ള, അബദൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും, അബദൻ. അപ്പൊ ഒരിക്കലും ഇതുപോലെയുള്ളത്, അതുപോലെയുള്ളതിലേക്ക് നിങ്ങൾ മടങ്ങാതിരിക്കാൻ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഉപദേശമാണിത്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അപ്പോൾ ഉപദേശം ആർക്കാ ഭരിക്കുക? മുഅ്മിനീങ്ങൾ. അതാണ് ഇൻ കുൻതും മുഅ്മിനീൻ. ഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ, മുഅ്മിനീൻ, മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിനാണ് ബാധിക്കുക? ഈമാനിനെയാണ് ബാധിക്കുക, മുഅ്മിനീങ്ങളെയാണ് ബാധിക്കുക. വയുബയ്യിനുല്ലാഹു, അല്ലാഹു വിശദീകരിക്കുന്നു. ബയ്യന എന്ന് പറഞ്ഞാൽ വിശദീകരിച്ചു. ബയ്യന, ബയ്യന എന്നതിൻ്റെ മുളാരിയാണെന്ത്? യുബയ്യിനു, വിശദീകരിക്കുന്നു. വയുബയ്യിനുല്ലാഹു, അല്ലാഹു വിശദീകരിക്കുന്നു. ലക്കും, നിങ്ങൾക്ക്. അൽ ആയാത്ത്, അവൻ്റെ വചനങ്ങൾ. അല്ലാഹു അവൻ്റെ ആയാത്തുകളെ, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ, അവൻ്റെ വചനങ്ങളെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. വല്ലാഹു, ആരണല്ലാഹ്? വല്ലാഹു അലീമുൻ, അവൻ എല്ലാം അറിയുന്നവനാണ്. അലീമാണ്, എല്ലാം അറിയുന്നവനാണ്, സർവജ്ഞനാണ്. ഹക്കീം, യുക്തിമാനുമാണ്. യുക്തിമാനും എല്ലാം അറിയുന്നവനുമാണ് ആര്? അല്ലാഹു. ആ നിലക്ക് അല്ലാഹു നിങ്ങൾക്ക് അവൻ്റെ ആയാത്തുകൾ വിശദീകരിച്ചു തരുന്നു. ഇതിലേതെങ്കിലും വാക്കുകൾ അറിയാത്തതുണ്ടോ? അല്ലാഹു അലീമ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സർവജ്ഞനാണ്, എല്ലാം അറിയുന്ന. ഹക്കീമ എന്ന് പറഞ്ഞാൽ എന്താ? യുക്തിമാനാണ്. പിന്നെ യുബയ്യിനുള്ള, ബയ്യന യുബയ്യനാണ് വിശദീകരിക്കുക. അപ്പോൾ ഒരുമിച്ച് അർത്ഥം ചെയ്തോളൂ. രണ്ടായത്തിൻ്റെ അർത്ഥം ഒരുമിച്ച് ചെയ്ത. ഇതുപോലെയുള്ളതിലേക്ക് ഒരിക്കലും നിങ്ങൾ മടങ്ങി വരാതിരിക്കാൻ
ഇതുപോലെയുള്ളതിലേക്ക് ഒരിക്കലും നിങ്ങൾ മടങ്ങി വരാതിരിക്കാൻ ബ്രാക്കറ്റിൽ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു, അടുത്ത ആയതിൻ്റെ അർത്ഥം ഇട്ടാ, രണ്ടാമത്തെ ആയത്ത് 18-ന്റെ അർത്ഥം, നിങ്ങൾക്ക് അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരുന്നു. ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരികയും ചെയ്യുന്നു. വിവരിച്ചു തരികയും ചെയ്യുന്നു. വയുബയ്യനു എന്നുള്ള വാവുണ്ട്. അപ്പൊ വിശദീകരിച്ച് തരികയും ചെയ്യുന്നു, അല്ലെങ്കിൽ വിവരിച്ചു തരികയും ചെയ്യുന്നു. അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. ഇപ്പം നമ്മൾ ഈ വിഷയത്തിൻ്റെ അകവും പുറവും അതിൻ്റെ പൊരുളും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ നിലപാടുകൾ, സംസാരങ്ങൾ, നമ്മളെ വീട്ടിലുള്ളത്, നമ്മളെ പുറത്തുള്ളത്, നമ്മളിത് കേട്ടാൽ എന്താ പറയേണ്ടത്, പിന്നെ അപ്പം നമ്മളോട് പറയുന്നവരോട് തിരിച്ചെന്താ പറയേണ്ടത്, അങ്ങനെ തുടങ്ങിയിട്ട് ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ആ കാര്യങ്ങളൊക്കെ ശരിക്ക് ഒരാൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടും. അപ്പം ഹക്കീമായ അലീമായ ഒരു ശക്തിക്ക് മാത്രമേ, അള്ളാഹുവിന് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിവരിച്ചു തരാൻ കഴിയുള്ളൂ. ആ റബ്ബ് നമുക്ക് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരുണ്യം മാത്രമാണ്, സമാധാനവും സന്തോഷവും മാത്രമാണ്, സന്മാർഗമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഇത് പഠിക്കുകയും അതിൻ്റെ മുന്നിൽ ഒരല്പസമയം നമ്മൾ ചിലവഴിക്കുകയും ഒക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുള്ളൂ. ശരി, അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഒന്നും കൂടി ആവർത്തിച്ച് ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് അർത്ഥം മനസ്സിലാക്കിയിട്ട് ആവർത്തിച്ച് ഓതാം. أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. ഇൻഷാ അല്ലാഹ്
അല്ലാഹ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പഠിച്ച കാര്യങ്ങൾ മറക്കാതെ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിലർത്തി തരുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലെ ബാക്കിയുള്ള ദിനരാത്രങ്ങളിൽ കൂടുതൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.